രാജ്യത്തിനാരും സമാധാനം സമ്മാനിക്കില്ലെന്ന് യുക്രൈൻ പ്രസിഡന്റ് വൊളാഡിമിർ സെലൻസ്കി. 21 മിനിറ്റ് ദൈർഘ്യമുള്ള പുതുവത്സര വീഡിയോയിലാണ് സെലൻസ്കിയുടെ പരാമർശം. ശക്തമായ യുക്രൈന് മാത്രമേ സമാധാനം ഉറപ്പിക്കുവാനും ലോകമെമ്പാടും ബഹുമാനം നേടുവാനും കഴിയൂവെന്നും സെലൻസ്കി പറഞ്ഞു. സമാധാനം ഞങ്ങൾക്ക് ആരും സമ്മാനമായി നൽകില്ലെന്ന് അറിയാം. പക്ഷേ റഷ്യയെ തടയാനും യുദ്ധം അവസാനിപ്പിക്കാനും വേണ്ടത് ചെയ്യും. പുതിയ US പ്രസിഡന്റ് സമാധാനം കൊണ്ടുവരാനും പുടിന്റെ ആക്രമണം അവസാനിപ്പിക്കാനും ആഗ്രഹിക്കുന്നു. അതിന് കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ യുദ്ധം രണ്ടു പക്ഷത്തെയും സമാധാനിപ്പിക്കേണ്ട തെരുവുകലഹമല്ല. ഇത് പരിഷ്കൃത രാജ്യത്തിനെതിരെയുള്ള ആക്രമണമാണ്. അമേരിക്കയ്ക്കൊപ്പം റഷ്യയെ നീതിയുക്തമായ സമാധാനത്തിലേക്ക് പ്രേരിപ്പിക്കാനുള്ള കരുത്ത് ഞങ്ങൾക്കുണ്ടെന്നും സെലൻസ്കി പറഞ്ഞു. യുദ്ധത്തിലോ ചർച്ചകളിലോ റഷ്യയെ വിശ്വസിക്കരുത്. റഷ്യക്കാർക്ക് സ്വതന്ത്രരായവരെ ഭയമാണ്. അവർ സ്വാതന്ത്ര്യത്തെ ഭയപ്പെടുകയാണ്. കഴിഞ്ഞ വർഷം യുക്രൈൻ തെക്കൻ റഷ്യയിലെ കുർസ്ക് മേഖലയിലേക്ക് നുഴഞ്ഞുകയറ്റം നടത്തുകയും റഷ്യക്കെതിരെ ദീർഘദൂര ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുകയും ചെയ്തു. വരും വർഷത്തിൽ യുക്രൈനെതിരെ ശക്തമായി പോരാടാൻ ഞാനുൾപ്പെടെ നമ്മളെല്ലാവരും തയ്യാറാകണം. അത്തരമൊരു യുക്രൈൻ മാത്രമേ യുദ്ധക്കളത്തിലും ചർച്ചകളിലും ബഹുമാനിക്കപ്പെടൂവെന്നും സെലൻസ്കി വ്യക്തമാക്കി. അതേസമയം താനാണ് റഷ്യയെ രക്ഷിച്ചതെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പുതുവത്സര പ്രസംഗത്തിൽ പറഞ്ഞു. 1/4 നൂറ്റാണ്ട് ഭരണകാലയളവിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളിൽ റഷ്യക്കാർ അഭിമാനിക്കണമെന്നും പുടിൻ പറഞ്ഞു. 1999 ഡിസംബർ 31 പുടിൻ റഷ്യയുടെ ആക്ടിംഗ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 21-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിൽ റഷ്യ പരീക്ഷണങ്ങളെ തരണം ചെയ്യുകയും പ്രധാന ലക്ഷ്യങ്ങൾ നേടുകയും ഐക്യം ശക്തിപ്പെടുത്തുകയും ചെയ്തു. പൗരന്മാരുടെ ക്ഷേമത്തിനാണ് മുൻതൂക്കം നൽകുന്നതെന്നും പുടിൻ പറഞ്ഞു. റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചോ യുക്രൈനിലെ യുദ്ധത്തെക്കുറിച്ചോ പറഞ്ഞില്ല. 2025 രാജ്യം ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുമെന്നാണ് പ്രസംഗത്തിലുടനീളം പുടിൻ സൂചിപ്പിച്ചത്.